നമസ്കാരം. നമുക്കറിയാം മലയാള ഭാഷയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ, എഴുത്തച്ഛൻ. എന്നാൽ മലയാളം കമ്പ്യൂട്ടർ ലിപിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മലയാളം കമ്പ്യൂട്ടർ ലിപിയുടെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പലർക്കും അതിനുത്തരം അറിയാനിടയില്ല. അതും ഒരച്ഛനാണ്, പ്ലാശ്ശേരി അച്ഛൻ. അദ്ദേഹം ഒരു വൈദികനാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഫാദർ ജോർജ് പ്ലാശ്ശേരി എന്നാണ്. അച്ഛൻ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. പ്ലാശ്ശേരി അച്ഛൻ്റെ കഥ ഒരുപക്ഷെ നമുക്ക് ആർക്കും അറിയാൻ വഴിയില്ല. കേരളത്തിൽ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ച വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ചൈതന്യത്തിൽ വളർന്ന CMI സഭാംഗമാണ് അദ്ദേഹം. ഫാദർ ജോർജ് പ്ലാശ്ശേരി എന്ന ഈ കത്തോലിക്ക പുരോഹിതനാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ആദ്യമായി മലയാള ഫോണ്ടുകൾക്ക് അഥവാ ലിപികൾക്ക് രൂപം നൽകിയത്. 1988 അദ്ദേഹം കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടുന്നതിന് അമേരിക്കയിലേക്ക് വിമാനം കയറുന്നത്. അതുവരെയും കമ്പ്യൂട്ടറിനെ കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ലായിരുന്ന പ്ലാശ്ശേരി അച്ഛന് എല്ലാ തരത്തിലും അതൊരു പുത്തൻ അറിവായിരുന്നു. അമേരിക്കയിൽ കുട്ടികൾ പോലും അനായാസം കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്നത് അച്ഛനിൽ അത്ഭുതമുളവാക്കി. 1989 പ്ലാശ്ശേരി ഫോണ്ട് എന്നറിയപ്പെട്ട കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ ആദ്യത്തെ ലിപിയുടെ ജനനം. സ്വന്തമായി സോഫ്റ്റ്വെയർ തയ്യാറാക്കിയായിരുന്നു ഫാദറിൻ്റെ പരീക്ഷണങ്ങൾ. ഇംഗ്ലീഷ് ഭാഷ പോലെ എന്തുകൊണ്ട് തൻ്റെ മാതൃഭാഷയായ മലയാളവും കമ്പ്യൂട്ടർവത്കരിച്ചുകൂടാ എന്ന ചിന്തയാണ് അദ്ദേഹത്തെ ഇതിലേക്ക് നയിച്ചത്. കമ്പ്യൂട്ടർ പഠനത്തിൻ്റെ ഭാഗമായി അച്ഛൻ്റെ കയ്യിലെത്തിച്ചേർന്ന ഒരു ഫ്ലോപ്പി ഡിസ്കിൽ ഇംഗ്ലീഷ് ഫോണ്ടുകൾ നിർമ്മിക്കുന്ന ഒരു സോഫ്റ്റ്വെയറും അടങ്ങിയിരുന്നു. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അദ്ദേഹം തൻ്റെ ആഗ്രഹത്തെ നടപ്പിലാക്കാൻ പരിശ്രമിച്ചു. റ എന്ന അക്ഷരം ഉപയോഗിച്ച് മലയാളത്തിലെ ഒട്ടുമിക്ക അക്ഷരങ്ങളും നിർമ്മിക്കാമെന്ന കണ്ടെത്തൽ അദ്ദേഹത്തെ അതിവേഗം തൻ്റെ സ്വപ്നത്തിലേക്ക് എത്തിച്ചു. എൽത്തുരുത്ത് സെൻ്റ് അലോഷ്യസ് കോളേജിലെ സേവനത്തിനിടയിൽ ഹിന്ദി ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നതിനുള്ള അമിത ചെലവും ബുദ്ധിമുട്ടും ആ കാലത്ത് അച്ഛനെ ഹിന്ദി ഫോണ്ട് രൂപപ്പെടുത്തുന്നതിലേക്ക് നയിച്ചു. 3 മാസങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഇത് പൂർത്തിയാക്കിയത്. അതുപോലെ ആദ്യമായി ടൈപ്പ് ചെയ്ത മലയാളം വാചകം ക്രിസ്മസ് ആശംസകൾ എന്നായിരുന്നു. അച്ഛൻ തൻ്റെ അന്നത്തെ പ്രൊവിൻഷ്യൽ അച്ഛന് അയച്ചു കൊടുക്കുവാനാണ് ഇത് നിർമ്മിച്ചത്. മലയാളം, ഹിന്ദി, ഗ്രീക്ക് തുടങ്ങിയ ഭാഷകളിൽ പ്ലാശ്ശേരി അച്ഛൻ നിർമ്മിച്ച ഫോണ്ടുകൾ പ്ലാശ്ശേരി ഫോണ്ട് ഫാമിലി എന്ന പേരിലാണ് രജിസ്റ്റർ ചെയ്തത്. ഇവ കൂടാതെ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ താല്പര്യമുണ്ടായിരുന്ന അച്ഛൻ അക്കാലത്ത് 3 വീഡിയോ ഗെയിമുകൾക്ക് രൂപം നൽകി. തമിഴ്നാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ കമ്പ്യൂട്ടർ അധ്യാപകനായി പ്രവർത്തിക്കുന്ന കാലത്ത് തമിഴ് ഫോണ്ടും തയ്യാറാക്കി. ഇങ്ങനെ ഫാദർ ജോർജ് പ്ലാശ്ശേരി എന്ന ഈ കത്തോലിക്ക പുരോഹിതൻ നമുക്കും നമ്മുടെ സമൂഹത്തിനും നൽകിയ സേവനങ്ങൾ നിരവധിയാണ്. അദ്ദേഹം ഈ ദിവസങ്ങളിൽ ലോകത്തോട് വിട പറഞ്ഞു. പ്ലാശ്ശേരി അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി MJ TV പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി.